എപ്പോഴും വെള്ളം ചെറിയോട് അടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചാൽ അത് വായി കൊണ്ടുവരുന്നതിന് മുമ്പ് അത് പോകാൻ പല സാധ്യതയുണ്ട്. ആഗ്രഹിച്ചത് കൈ കിട്ടണമെന്നില്ല. ആർത്തിയോട് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അതിന് കയ്പാണ്. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ സ്നേഹത്തോടെ പ്രതീക്ഷ പലതിനകത്ത് കയ്പാണ്. തീരുമെന്ന് വിചാരിച്ചതിനകത്ത് ദുഃഖത്തിന്റെ വാർത്തകളാണ്. മാറായില നിൽക്കുന്നത് ജനം നിലവിളിക്കുന്നു. 3 ദിവസമായി വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൊണ്ട് കണ്ട് സ്വർഗ്ഗം അതിനെ മധുരമാക്കി മാറ്റുന്നത്. അടുത്ത് പോകുന്നതിന് മുമ്പ് അടുത്ത പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പ് അടുത്ത ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ കയ്പിനെ മധുരമാക്കിയത് മറന്നു പോകല്ലേ. ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, മാറാത്ത എന്തെങ്കിലും കയ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലായിക്കൊള്ളട്ടെ, ഇറക്കുവാൻ കഴിയാതെ അനുഭവിക്കുവാൻ കഴിയാതെ നന്മയായി തീരാതെ കയ്പായി വെളിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ കാലം അതിനെ മധുരമാക്കി മാറ്റുന്നവനോട് വെളിപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ വായിക്കുന്ന അത്ഭുതം ഇങ്ങനെയാണ്. ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് സ്വർഗ്ഗം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ കമ്പ് വെട്ടിയിടാൻ പറഞ്ഞു വെള്ളത്തിൽ. മാറി. ഈ മരം നേരത്തെ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. മോശയും കൂട്ടരും അതിന്റെ ചോട്ടിൽ ഇരുന്നതാണ്. പറഞ്ഞു വരുന്ന ദൂത് ഇതാണ്. ഇന്നത്തെ കയ്പ് മാറുവാൻ പുറത്തുനിന്നൊരു പരിഹാരമില്ല. നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനുള്ള പരിഹാരമുണ്ട്. അതിന്റെ കൊമ്പുണ്ട്. തേടി നീ എങ്ങും പോകണ്ട. നിന്റെ കുഞ്ഞുങ്ങൾ ചാരിയിരുന്ന അതേ വൃക്ഷം, നീ ആശ്രയിച്ച അതേ ജോലി, അതേ ഭവനം, ഒരു കൊമ്പ് ഇന്ന് രാവിലെ കയ്പിനെ മാറ്റുന്ന മധുരമാക്കി മാറ്റും. ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തോട് പറഞ്ഞാൽ മാത്രം മതി. കയ്പിന്റെ ഉറവക്കരിയും നട്ടുവളർത്തിയിരിക്കുന്ന മധുരത്തിന്റെ വൃക്ഷത്തിനായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ എല്ലാ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ജീവിതങ്ങളെ കയ്പാക്കി മാറ്റുന്ന, സന്തോഷത്തെ മുടിച്ചു കളയുന്ന, ക്ലേശിപ്പിക്കുന്ന കൈപ്പുറവുകളെ പത്യമാക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് നമ്മുടെ വീടിനകത്ത് ആത്മാവിൽ കാണുന്നു. അതിന് പക്ഷേ ഒരു പാട്ടായിരിക്കാം, അതിന് പക്ഷേ ഒരു മണിക്കൂറത്തെ പ്രാർത്ഥനയായിരിക്കാം, അതിന് പക്ഷേ ഒരു ദിവസത്തെ ഉപവാസമായിരിക്കാം, ഒരു പക്ഷത്തെ ഒരു ദിവസത്തെ വചനധ്യാനമായിരിക്കാം. പിന്നെ ഓർമ്മ പോലും ഇല്ലാതെ മാറായ മധുരമാക്കുന്ന തീ കൊണ്ട് കത്തുന്ന പാറ അടുത്തിയെന്നാൽ തന്നെ തൊട്ടുകൊള്ളും. ആരടുത്തിയെന്നാലും കരിഞ്ഞു പോകും. ഭയപ്പെടുന്ന ജനം മാറി നിൽക്കുക. സ്വർഗം മോശയോട് പറഞ്ഞു, മോശയെടുത്ത പാറയൊന്ന് തൊട്ടാട്ട് വെള്ളം നദി പോലെ പുറപ്പെടാൻ തുടങ്ങി. നീ വിചാരിച്ചിടത്തല്ല ദൈവം വഴി തുറക്കാൻ പോകുന്നത്. ദഹിപ്പിച്ചു കളയും കരിയിക്കുമെന്ന് പറഞ്ഞെടുത്തുവെന്ന് ആശ്വാസത്തിന്റെ ഉറവ തുറന്ന് അത്ഭുതം ഇന്ന് രാവിലെ മറന്നു പോകല്ലേ. ഇന്നലെ കണ്ട മുഖമല്ല ഇന്ന് രാവിലെ നീ കാണാൻ പോകുന്നത്. ചുട്ടുകൊള്ളുന്ന വാർത്ത കേട്ട ചെവി കൊണ്ട് ഇന്ന് രാവിലെ ആശ്വാസത്തിന്റെ കുളിർമയുടെ വാക്കുകൾ കേൾക്കുവാൻ സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്. വിശ്വാസത്തോടെ അത്ഭുതങ്ങളെ ഓർത്താട്ട് മരുഭൂമിയിൽ വിതയ്ക്കുവാനും കൊയ്യുവാനും സമയമില്ല. ഭൂമി മുള തരുന്നില്ല. ഭൂമിയിൽ നിന്നൊന്നും മുളയ്ക്കത്തില്ല. മരുഭൂമിയാണ്. കൊണ്ടുവന്ന മാവ് 3 ദിവസത്തിനുള്ളിൽ തീർന്നു പോയി. ഒന്നുമില്ല. മറ്റേ സ്വർഗം പറഞ്ഞു,
that place. തണുപ്പുള്ള മന്ന പൊഴിച്ച ദൈവത്തിന് സ്തോത്രം. I gotta thank God because He had called manna coming down. നിന്റെ സാഹചര്യം നോക്കിയല്ല സ്വർഗ്ഗം പ്രവർത്തിക്കുന്നത്. Heaven is not acting based on your situation. ദൈവത്തിന്റെ സാഹചര്യം എന്തിനാണ് വിഷയം? It is God's situation that matters. മഹത്വം എന്തിനാണ് വിഷയം? And His glory, that matters. ഈ ആപ്ലിക്കേഷനൊക്കെ റബ്ബർ പന്ത് പോലെ മടങ്ങി വരുന്ന കാഴ്ച ദൈവം കാണിക്കുന്നു. Many of your applications are coming back to you. റിക്വസ്റ്റുകളൊക്കെ മടങ്ങി വരുന്ന കാഴ്ച കാണിക്കുന്നു. Your requests are bouncing back to you. കാരണം അതെല്ലാം വീണത് ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലാണ്. Because your solution is going to come from a different place. പറ്റിപ്പോകുന്നു. Many places your tears are coming. പോലും കാണാനില്ല. There is no source, no fountain. ആകാശത്തിന്റെ കിളിവാതിൽ രാവിലെ തുറന്ന് But when the heaven is opening up for you, കൂടാരത്തിന്റെ വാതിൽക്കൽ കൈയെത്താവുന്ന രീതിയിൽ the way that you can reach out, ഉപജീവനത്തിന് വഴി തുറന്നു തരുന്ന ദൈവത്തിന് രാവിലെ സ്തോത്രം. heaven is going to open a new source for you. ദൈവത്തെ രാവിലെ മറന്നു പോകല്ലേ. Do not forget that God who did that wonder in your life. ആ വഴികളെ രാവിലെ മറക്കല്ലേ. Do not forget those ways. ഇതൊക്കെ ഓർത്തിരിക്കുമ്പോൾ തന്നെ When you remember all these wonders, ദൈവത്തെ കോപിപ്പിച്ച കാര്യങ്ങൾ മറക്കല്ലേ. do not forget that one time we made God angry. ആവർത്തനം ഹല്ലേലൂയ 9-7 വാക്യങ്ങൾ. Deuteronomy chapter 9 verse number 7 and 8. സമീപനമായി നിങ്ങൾ മെരിബായിലും മസ്സായിലും വെച്ച് ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിങ്ങൾ മറന്നു പോകല്ലേ. Says, do not forget how you provoked the Lord your God to wrath in the wilderness. നാം പലപ്പോഴും ദൈവത്തെ കോപിപ്പിച്ചിട്ടുണ്ട്. Many times we have provoked God to wrath. സംശയത്തിൽ നാം ദൈവത്തെ കോപിപ്പിച്ചിട്ടുണ്ട്. In our unbelief and doubts we have provoked God to wrath. ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും സഭയോടും ദേശത്തോടൊക്കെ പിണങ്ങി നാം പ്രാർത്ഥിക്കാതെ കിടന്നിട്ടുണ്ട്. Many times we have slept without praying because we are upset with the church or ഞാൻ ഈ family. പറയുന്ന ജീവിതത്തിന്റെ പച്ചയായ കാര്യങ്ങളെ പറയുന്നത്. These are real things that happen in our life. വലിയ മർമ്മമൊന്നുമല്ല ഈ പറയുന്നത്. These are no mysteries. നാം ദൈവത്തെ കോപിപ്പിച്ചത് മറന്നു പോകല്ലേ. Do not forget that we have provoked God to wrath. എല്ലാ ദേഷ്യം കൊണ്ട് തീർക്കുന്ന ദൈവത്തോട്. We are always getting angry at God. പലപ്പോഴും ഇങ്ങനെ എല്ലാം കൊണ്ട് ദൈവത്തിന് മുകളിൽ തീർക്കുന്നത്. Sometimes we blame it on God for everything. ദൈവദാസന്മാരൊക്കെ ദേഷ്യം വരുമ്പോൾ പറയും, When you are angry, upset on the servant of God. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. Oh, it's for no reason I went out for ministry. അന്ന് എടുത്ത തീരുമാനം തെറ്റായി പോയി. Oh, I made a wrong decision to God for God's sake. ദൈവമേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? Oh, God, why did you do that to me? ഇനി ഞാൻ സമാജത്തിന് പോകുന്നില്ല. I will not go to church ഇനി again. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. I will not go to prayer meetings again. ദൈവത്തെ കോപിപ്പിച്ചത് മറക്കരുത്. Do not forget that you provoked God to മെരിബായിലും wrath. മസ്സായിലും ഒക്കെ ചെയ്ത് വെച്ച് ദൈവത്തെ കോപിപ്പിച്ചത്. In Meribah and Mara, you had provoked God to wrath. അന്ന് രാവിലെ അല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിച്ച പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. There are many subjects in our life when we have provoked. നിവർത്തിക്കാതിരുന്ന വിഷയങ്ങൾ. Many times you have promised but you never fulfilled it. അതിനെക്കാട്ടി നല്ല നേരാതിരിക്കുന്നതാ. Better than you not promise at all. എന്തിനാ നേരുന്നത് ആവശ്യമില്ലാതെ. For do you take the promises? 31 തീയതി വരെ കാത്തിരിക്കണ്ട. Don't wait till 31st. ഡിസംബർ 31 വരെ കാത്തിരിക്കണ്ട. Not wait till December 31st. മാസമാണ് ഇപ്പൊ അവസരം തരാൻ പോയാ. Right now I'm giving you an opportunity. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിന് വേണ്ടി ഒത്തിരിയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. I had a lot of plans to work for God, എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. but I could not do anything till ആ now. വർഷം ദൈവം എനിക്ക് ആയുസ് തരുന്നെങ്കിൽ Next year if God gives me life, ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി കാത്തിരിക്കണ്ട. don't wait to give that kind of testimony. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് തീർന്നിട്ട് അതിനുവേണ്ടി സാക്ഷ്യം പറയാം. If you have done something, then give testimony. അല്ലെങ്കിൽ നാം ദൈവത്തെ കോപിപ്പിക്കുക. Or else you are provoking God. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. Or else you are making the Holy ഇന്ന് Spirit. രാവിലെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം ഭയത്തോടെ ഹൃദയത്തോടെ അവനെ ആരാധിക്കണം. Let us serve Him with fear and trembling this morning. 40 വർഷം 40 years. നാം വിചാരിക്കുമല്ലോ നമുക്ക് എല്ലാം ഉള്ളത് കൊണ്ട് ദൈവത്തിന് നമ്മോട് പണക്കൊന്നുമില്ലെന്ന്. Many times we think because we have everything, God is so happy with us. ഒരാളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, One time a person said, എനിക്കും ദൈവത്തോട് പ്രശ്നമൊന്നുമില്ല. I don't have any problem with God. ഞാൻ നിങ്ങളോടൊന്നും പ്രാർത്ഥിക്കാറില്ല. I don't pray like you guys. ഞാൻ എപ്പോഴും പള്ളിയിലൊന്നും പോകാറില്ല. I don't go to church always. കുഴപ്പക്കാരനൊന്നുമല്ല. I don't create any problems. അതുകൊണ്ട് ദൈവത്തിന് കുഴപ്പമില്ല. എന്താ പറയുക തെളിവ്? What is the proof that God doesn't എനിക്ക് നല്ല ജോലിയുണ്ട്, I have a good job. നല്ല കുഞ്ഞുങ്ങളുണ്ട്, I have good children. ഒന്നിനും ഒരു കുഴപ്പമില്ല. I don't have any problem anywhere. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, I said there's a verse in Psalm.